അത്യാഗ്രഹിയായ എലി. അത്യാഗ്രഹിയായ ഒരു എലി ധാന്യം നിറച്ച ഒരു കുട്ട കണ്ടു. അവൻ അതിലുള്ള ധാന്യം കഴിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ അവൻ കുട്ടയിൽ ഒരു ചെറിയ ദ്വാരമുണ്ടാക്കി. ദ്വാരത്തിലൂടെ അകത്ത് കയറി ധാരാളം ധാന്യങ്ങൾ കഴിച്ചു. അവന് നല്ല സന്തോഷം തോന്നി. വയറു നിറഞ്ഞപ്പോൾ അവൻ പുറത്തേക്ക് വരാൻ നോക്കി. എന്നാൽ അവന്റെ വയറു നിറഞ്ഞതിനാൽ അവന് ആ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വരുവാൻ കഴിഞ്ഞില്ല. അവൻ കുറെ ശ്രമിച്ചു, എന്നാൽ ഒരു പ്രയോജനവും ഉണ്ടായില്ല. അവൻ കരയാൻ തുടങ്ങി. അപ്പോൾ അതിലെ ഒരു മുയൽ കടന്നു പോകുന്നുണ്ടായിരുന്നു. മുയൽ എലിയുടെ നിലവിളി കേട്ട് ചോദിച്ചു, നീ എന്തിനാ കരയുന്നത് സുഹൃത്തേ? എലി വിശദീകരിച്ചു, ഞാനൊരു ചെറിയ ദ്വാരമുണ്ടാക്കി ഈ കുട്ടയിലേക്ക് പ്രവേശിച്ചു. എന്നാൽ ഇപ്പോഴെനിക്ക് പുറത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല. മുയൽ പറഞ്ഞു, നീ അമിതമായി ധാന്യങ്ങൾ കഴിച്ചതുകൊണ്ടാണ്. നിന്റെ വയർ ചുരുങ്ങുന്നതുവരെ നീ കാത്തിരിക്കൂ. മുയൽ ചിരിച്ചുകൊണ്ട് കടന്നുപോയി. തൊട്ടടുത്ത ദിവസം രാവിലെ അവന്റെ വയർ ചുരുങ്ങി. എന്നാൽ കുറച്ചുകൂടി ധാന്യം കഴിക്കാൻ അവൻ ആഗ്രഹിച്ചു. ധാന്യം കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ കുട്ടയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങേണ്ട കാര്യം മറന്നുപോയി. അവൻ കുറേ ധാന്യം കഴിച്ചു. അവന്റെ വയർ ശരിക്കും വലുതായി. ഭക്ഷണം കഴിച്ച ശേഷം അവന് രക്ഷപ്പെടണമെന്ന് ഓർത്തു. പക്ഷെ അവന് കഴിഞ്ഞില്ല. അപ്പോൾ അവൻ വിചാരിച്ചു, എന്നാൽ ഇനി നാളെ പോകാം. അങ്ങനെ അതിലെ ഒരു പൂച്ച കടന്നു പോവുകയുണ്ടായി. പൂച്ചയ്ക്ക് കുട്ടയിലെ എലിയെ മണത്തു. അവൻ കുട്ടയിൽ കയറി എലിയെ തന്റെ ഭക്ഷണമാക്കി. ഈ കഥയിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത്യാഗ്രഹം ആപത്ത്. അനുഗ്രഹം നൽകുന്ന വൃക്ഷം. ഒരു യാത്രക്കാരൻ മരുഭൂമിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അതൊരു ചൂടുള്ള ദിവസമായിരുന്നു. അയാൾ തളർന്നു. വിശപ്പും ദാഹവും സഹിക്കാൻ കഴിയാതെയായി. അയാൾക്ക് വിശ്രമിക്കാൻ ഒരു തണൽ ആവശ്യമായിരുന്നു. അങ്ങനെയിരിക്കെ അദ്ദേഹം ഒരു വൃക്ഷം കണ്ടു. അതിന്റെ അടുത്തേക്ക് നടന്നു. വൃക്ഷത്തിന്റെ തണലിലെത്തിയപ്പോൾ അല്പം ജലം കിട്ടിയാൽ നന്ന് എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം ആഗ്രഹിച്ചപ്പോൾ ഒരു പാത്രത്തിൽ തണുത്ത ജലം പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം അതെടുത്തു കുടിച്ചു. അങ്ങനെയിരിക്കെ അദ്ദേഹം ആഗ്രഹിച്ചു, എനിക്ക് കുറച്ച് ഭക്ഷണം ലഭിച്ചിരുന്നെങ്കിലെന്ന്. പെട്ടെന്ന് തന്നെ വ്യത്യസ്തങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവന് മനസ്സിലായി, താൻ ഇരിക്കുന്നത് ഒരു മാന്ത്രിക വൃക്ഷത്തിന് ചുവട്ടിലാണെന്ന്. എന്താഗ്രഹിച്ചാലും അത് ഈ വൃക്ഷം സാധിച്ചു തരുമെന്ന്. യാത്രക്കാരൻ ഭക്ഷണം ആസ്വദിച്ചു കഴിച്ചു. അങ്ങനെ അദ്ദേഹത്തിനൊന്ന് മയങ്ങണമെന്ന് തോന്നി. അദ്ദേഹം ഒരു മെത്ത ലഭിക്കാൻ ആഗ്രഹിച്ചു. ഉടൻ തന്നെ മെത്ത ലഭിച്ചു. അതിൽ കിടന്നു. കുറെ ദൂരം യാത്ര ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് കാൽ വേദനിക്കുന്നുണ്ടായിരുന്നു. ആരെങ്കിലും ഒരാൾ കാൽ തടവുവാൻ ഉണ്ടായിരുന്നെങ്കിലെന്ന്. പെട്ടെന്ന് തന്നെ ഒരു യുവതി അവിടെ പ്രത്യക്ഷപ്പെട്ടു. കാൽ തടവുവാൻ തുടങ്ങി. അദ്ദേഹം നല്ല പോലെ ഉറങ്ങി. കുറച്ചു സമയത്തിന് ശേഷം അദ്ദേഹം എഴുന്നേറ്റു. അപ്പോൾ ആ യുവതി അവിടെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം ചിന്തിക്കുവാൻ തുടങ്ങി, ഇത് എന്ത് അത്ഭുതമാണ്! ഞാൻ എന്ത് മനസ്സിൽ കരുതുന്നു അതെല്ലാം സാധിക്കുന്നു. ഇത് ഏതെങ്കിലും ദുഷ്ടശക്തിയുടെ മാന്ത്രിക ശക്തിയാണോ? ഈ സ്ത്രീ ഒരു ദുഷ്ടശക്തിയാണോ? അപ്പോഴേക്കും ആ സ്ത്രീയുടെ സ്ഥാനത്ത് ഒരു ഭൂതം പ്രത്യക്ഷനായി.
അദ്ദേഹം ഭയന്നു വിറച്ചുകൊണ്ട് പറഞ്ഞു, ഇത് എന്നെ ഭക്ഷിക്കുമോ? ആ ഭൂതം തന്റെ വായ തുറന്നുകൊണ്ട് അടുക്കാൻ തുടങ്ങി. യാത്രക്കാരൻ അവിടെ നിന്നും ഓടി. അദ്ദേഹം കുറേ ദൂരം ഓടി. പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. ഇതെന്താണ്? ഈ കാര്യങ്ങൾ ശരിക്കും സംഭവിച്ചതാണോ അതോ സ്വപ്നമായിരുന്നോ? യാത്രക്കാരൻ ആശ്ചര്യപ്പെട്ടു. ഭഗവാൻ ഒരാളുടെ മനസ്സിലുള്ളത് നൽകുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം യാത്ര തുടർന്നു. ഈ കഥയിൽ നിന്നുള്ള ഗുണപാഠം എന്താണ്? എല്ലായ്പ്പോഴും നല്ലത് മാത്രം ആഗ്രഹിക്കുക. The wishing tree. A traveler was passing through a desert on a hot day. He was tired, feeling thirsty and hungry too. He needed a shady spot to rest for a while. He saw a big leafy tree and walked towards it. He felt glad and said to himself, I wish I had some water to drink now. Suddenly, he found a tumbler full of cold water on the ground right in front of him. He sat down there and drank all the water. Then he wished, I wish I had something to eat right here. Immediately, a variety of dishes appeared before him. He was under the shade of Kalpavriksha, a magical tree. That was the wishing tree. Whoever was under it would have whatever he wished for. The traveler enjoyed the delicious food and now he felt drowsy. He wished for a nice bed and it was granted. He stretched himself comfortably on the soft mattress. His legs were paining as he had walked a long distance. He hoped that someone would massage his feet. Immediately, a young lady appeared near his feet. She started massaging his feet and legs. He soon fell asleep. After some time, he woke up. The lady was still sitting beside him. He now started thinking differently. How can things happen like this? Can I have things I wished for by merely asking for them? Is it some kind of a trick played by a magic demon? He doubted. Oh, a true demon appeared in place of a nice lady. The demon was laughing mischievously at him. The traveler said to himself, is he going to eat me up? Within no time, the demon started leaping at him with his mouth wide open. The frightened traveler took to his heels and ran away. He ran and ran for a long time. When he looked back, there was no demon. What is all this? Did things really happen? Or was it all merely a dream? The traveler started wondering. I think God grants what one wishes for. Saying this, he resumed his journey. Moral. The moral of the story is, always wish for good and good will happen to you. സ്വയം പരിശ്രമമാണ് മികച്ച സഹായം. ഒരു ദിവസം ഒരു കർഷകൻ തന്റെ കാളവണ്ടിയുമായി ചന്തയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. വണ്ടിയിൽ ഒരു വലിയ ഭാരമുണ്ടായിരുന്നു. പെട്ടെന്ന് കനത്ത മഴ പെയ്യാൻ തുടങ്ങി. വണ്ടിയുടെ ചക്രങ്ങൾ മൃദുവായ നനഞ്ഞ ചെളിയിൽ കുടുങ്ങി വണ്ടി നീക്കാൻ കഴിഞ്ഞില്ല. കൃഷിക്കാരൻ കരയാൻ തുടങ്ങി.
ഓ, ഞാൻ എന്തു ചെയ്യും? ആരാണ് എന്നെ സഹായിക്കുക? ദൈവമേ, അങ്ങ് വന്ന് എന്നെ സഹായിക്കൂ. അപ്പോൾ ഒരു അപരിചിതൻ കൃഷിക്കാരന്റെ അടുത്തെത്തി. അവൻ പറഞ്ഞു, ഹേയ്, എന്തിനാണ് കരയുന്നത്? നിങ്ങൾ കരഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ദൈവം നിങ്ങളെ സഹായിക്കുകയില്ല. വരൂ, നമുക്ക് വണ്ടി തള്ളാം. കൃഷിക്കാരൻ സമ്മതിച്ചു. അവർ വണ്ടി തള്ളി തുടങ്ങി. നനഞ്ഞ ചെളിയിൽ നിന്ന് ഉടൻ തന്നെ വണ്ടിയുടെ ചക്രങ്ങൾ പുറത്തു വന്നു. കൃഷിക്കാരൻ വളരെ സന്തുഷ്ടനായി. അദ്ദേഹം അപരിചിതനോട് നന്ദി പറഞ്ഞു. എന്റെ സുഹൃത്തിന് നന്ദി. നിങ്ങളുടെ നല്ല ഉപദേശം ഞാൻ എപ്പോഴും ഓർക്കും. ഈ കഥയിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലായി? നിങ്ങൾ പരിശ്രമിച്ചാൽ മാത്രമേ ദൈവം നിങ്ങളെ സഹായിക്കുകയുള്ളൂ. Self-help is the best help. One day, a farmer was returning home from the market in his bullock cart. The cart had a heavy load in it. Suddenly, it started raining heavily. The wheels of the cart got stuck in the soft, wet mud. The cart could not move. The farmer began to cry and said, "Oh, what shall I do now? Who will help me? Please, God, please come and help me." Just then, a stranger came up to the farmer. He said, "Hey, why are you crying? God will not help you if you simply cry and do nothing. Come on, let us push the cart." The farmer agreed and they began to push the cart. Soon the cart wheels came out of the wet mud. The farmer was very happy. He thanked the stranger and said, "Thank you, my friend. I will always remember your good advice." Moral: God will help you only if you put in the efforts and try.